യോഹന്നാൻ എന്ന് പറയുന്ന ആള് ഒരു സാധാരണക്കാരനായിരുന്നു. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് യോഹന്നാനായിരുന്നു. യോഹന്നാനെ കുറിച്ചുള്ള ക്വാളിഫിക്കേഷൻ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ പഠിപ്പില്ലാത്തവനായിരുന്നു, അവൻ സാമാന്യ മനുഷ്യനായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. ഇതാണ് യേശുവിൻ്റെ ശിഷ്യൻ എഴുതിയ അപ്പോസ്തലനായ യോഹന്നാൻ. യോഹന്നാൻ്റെ പ്രത്യേകത, അവന് വലിയ പഠിപ്പൊന്നുമില്ലായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ മേൽ ജ്ഞാനം പകർന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം അവൻ്റെ മേൽ പകർന്നു. നമ്മൾ എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട് ദൈവം ജ്ഞാനികളെ ഉപയോഗിക്കും, ജ്ഞാനമില്ലാത്തവർക്ക് അവൻ ജ്ഞാനം പകർന്ന് അവരെ ഉപയോഗിക്കും. യേശുവിൻ്റെ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ടായിരുന്നു, വൈദ്യന്മാരുണ്ടായിരുന്നു. യേശുവിൻ്റെ കൂടെ നടന്നതിൽ രാജാക്കന്മാരോട് ബന്ധമുള്ളവരുണ്ടായിരുന്നു. യേശു ഉപയോഗിച്ചവരുടെ കൂട്ടത്തിൽ പല തട്ടുകളിൽ ഉള്ളവരുണ്ടായിരുന്നു. ഏത് സ്റ്റാറ്റസിൽ, ഏത് ഗ്രേഡിൽ നീ ആയിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ നീ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നുവരെ ലോകം കണ്ടിട്ടുള്ളതിലേക്കും വച്ചേറ്റവും അതിഭയങ്കരമായി എൻ്റെ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, നീ ഏത് ജോലി ചെയ്യുന്നയാളാണെങ്കിലും, ഏത് അവസ്ഥയിലിരിക്കുന്നവരാണെങ്കിലും, ഇന്ന് പകൽ അവിടെ ഇരുന്നുകൊണ്ട് 2 കരവും ഉയർത്തി എന്നെയും ഉപയോഗിക്കണേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അവരെ ഉപയോഗിക്കാൻ ശക്തനാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാം വാക്യം എങ്ങനെയാ തുടങ്ങുന്നേ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മോശെപ്പറ്റി നിങ്ങൾക്കറിയാമോ? അന്നത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഈജിപ്തിലായിരുന്നു. ഈജിപ്തിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നല്ല പഠനവും ഒക്കെ പ്രാപിച്ചയാളായിരുന്നു ആര്? മോശ എഴുതി തുടങ്ങിയപ്പോൾ പറയുകയാണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ യോഹന്നാൻ എന്ന് പറയുന്ന പഠിപ്പില്ലാത്ത, ജ്ഞാനമില്ലാത്ത ആളുടെ മേൽ ദൈവം ജ്ഞാനം പകർന്നപ്പം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്ന് മോശ പറഞ്ഞിടത്ത് യോഹന്നാൻ പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഒക്കെ മുമ്പേ ഉണ്ടായിരുന്നവൻ ആരെന്ന് ജ്ഞാനത്താൽ ദൈവം തെളിയിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാം ജ്ഞാനം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? 3 വിധത്തിലാണ് ജ്ഞാനം പ്രാപിക്കുന്നത്. 1, കലാലയങ്ങളിൽ, സ്കൂളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം. 2, എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം. 3-ാമത് വേറൊരു ജ്ഞാനമുണ്ട്, ദൈവം നേരിട്ട് കൊടുക്കുന്ന ജ്ഞാനം. ഗോഡ്സ് വിസ്ഡം, ദൈവിക ജ്ഞാനം. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത ജ്ഞാനത്താൽ ദൈവം നിന്നെയും നിന്റെ തലമുറകളെയും നിറയ്ക്കും. കലാലയങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ ജ്ഞാനത്തിലൂടെ സമ്പാദിച്ചതിനേക്കാൾ വലിയ ജ്ഞാനത്താൽ ദൈവം നിന്നെ നിറയ്ക്കും. ആ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അടുത്ത സ്റ്റെപ്പ് എവിടെ തുടങ്ങണം, ആരെ കാണണം, എവിടെ പോയി എന്ത് പറയണം, ഇത് പറയാൻ, ഇത് ചെയ്യാൻ, ഇത് കാണാൻ നിന്റെ മേൽ ആക്ടിവേറ്റ് ആകുന്ന ഡിവൈൻ വിസ്ഡം, സോഫിയ, ദൈവത്തിന്റെ വിസ്ഡം നിന്റെ മേൽ ഇന്ന് പകലിൽ ആക്ടിവേറ്റ്. ആ വിസ്ഡം ദാവീദിന്റെ മേൽ വന്നപ്പോൾ കാട്ടിൽ കിടന്ന, കാട്ടിലെ വെള്ളം കുടിച്ച്, കാട്ടിലെ കിഴങ്ങ് കഴിച്ച്, കാട്ടിൽ ആടിന്റെ കൂടെ നടന്നവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത് ആ ജ്ഞാനമാണ്. ഇന്ന് പകലും അതേ ജ്ഞാനത്താൽ ചിലതിന്റെ ബൗണ്ടറികളെ പൊളിച്ച് പുറത്തു വരാൻ, പരിധികളെ പൊളിച്ച് പുറത്തു വരുവാൻ ദൈവിക ജ്ഞാനം കൊണ്ട് ദൈവം ചിലരെ നിറയ്ക്കുകയാണ്.